നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടൻ കുരുമുളക് താഴ്ന്ന വിലയ്ക്ക് സംഭരിക്കുക ശ്രമകരമെന്ന് മനസ്സിലാക്കി വിദേശ ചരക്ക് ഇറക്ക് വിപണി തകർക്കാൻ അണിയറ നീക്കം അരങ്ങേറി. ഉത്തരേന്ത്യൻ വ്യവസായ ലോബി വിദേശ ചരക്ക് കൊച്ചിയിലെത്തിച്ച് ആഭ്യന്തര വിലയിൽ സമ്മർദ്ദമുളവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ വിയറ്റ്നാമിൽ നിന്നും കൊളംബോയിൽ ഇറക്കിയ ചരക്ക് അവിടെ നിന്നും മുംബൈയിലേക്കും പിന്നീട് കൊച്ചിയിലേക്കും എത്തിക്കുകയായിരുന്നു. ഉത്സവ സീസണായതിനാൽ വരും മാസങ്ങളിൽ ഹൈറേഞ്ച് മുളക് വൻതോതിൽ ആവശ്യമെങ്കിലും ഡിമാൻഡിന് അനുസൃതമായി ചരക്ക് സംഭരിച്ചാൽ വില കുതിച്ചു കയറുമെന്നും വ്യവസായികൾക്ക് വ്യക്തമായി അറിയാം. അതേസമയം വിപണിയുടെ ചലനങ്ങൾ അടിമുടി നിരീക്ഷിച്ച് കാർഷിക മേഖല മുളക് വിൽപ്പന നിയന്ത്രിച്ച് വിലക്കയറ്റത്തെ ഉറ്റുനോക്കുകയാണ്. അൺഗാർബിൾഡ് മുളക് 696 രൂപയാണ്. ജപ്പാനീസ് യെന്നിൻ്റെ മൂല്യത്തകർച്ച റബ്ബറിന് അല്പം താങ്ങ് പകർന്നെങ്കിലും പുതിയ നിക്ഷേപകരുടെ അഭാവം വിപണിയുടെ കരുത്തിനെ ബാധിച്ചു തുടങ്ങി. ഇതിനിടയിൽ അമേരിക്കയും ഇറാനും സൈനിക ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിയത് ക്രൂഡ് ഓയിൽ വില ബാരലിന് $98 നിന്നും 91 ഇടിച്ചത് കൃത്രിമ റബ്ബറിനെയും സ്വാധീനിച്ചു. ജപ്പാനിൽ റബ്ബർ അവധി കിലോ 416 യെന്നിലാണ്. ഉൽപാദന രാജ്യങ്ങളിൽ ടാപ്പിംഗ് പുരോഗമിക്കുന്നതിനാൽ ഓഗസ്റ്റിൽ ഷീറ്റ് ലഭ്യത ഉയരുമെന്ന നിഗമനത്തിലാണ് ഇറക്കുമതിക്കാർ. ബാങ്കോക്കിൽ ഷീറ്റ് വില 3 രൂപ കുറഞ്ഞു 272 അടുത്തു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പുലർച്ചെ ഒറ്റപ്പെട്ട മഴയ്ക്കിടയിലും ചെറുകിട കർഷകർ ടാപ്പിങ്ങിനിറങ്ങി. ലാറ്റിക്സ് ലഭ്യത കർക്കിടകം രണ്ടാം പകുതിയിൽ ഉയരുമെന്ന നിഗമനത്തിൽ ചെറുകിട വ്യവസായികൾ കിലോ 185 രൂപയ്ക്ക് വാങ്ങി. 4ാം ഗ്രേഡ് കിലോ 282 രൂപ. വെളിച്ചെണ്ണ കൊപ്ര വിലകൾ വീണ്ടും ഉയർന്നു. ഓണ ഡിമാൻഡ് മുന്നിൽ കണ്ട് മില്ലുകാർ നാളികേര ഉൽപ്പന്നങ്ങൾക്ക് 300 രൂപ വീതം ഇന്ന് ഉയർത്തി. കൊച്ചിയിൽ വെളിച്ചെണ്ണ 24,800 രൂപയിലും കൊപ്ര 16,100 രൂപയിലും ക്ലോസിംഗ് നടന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ദിവസേനയുള്ള വിപണി വിശേഷങ്ങൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.